കല്യാണവും വിവാഹമോചനവും ഒട്ടും പ്രശ്നമല്ലാത്ത ഈ ഒരു കാലത്ത് ഒരുപാട് വിവാഹമോചനം നേടിയിട്ടുള്ള നമ്മളുടെ നടീനടന്മാരുടെ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഒരു ലിസ്റ്റിൽ ആദ്യമുള്ളത് രചന നാരായണൻകുട്ടിയാണ്. രചന നാരായണൻകുട്ടി വിവാഹം ചെയ്തിരുന്ന അരുണിനെയായിരുന്നു. അതിനുശേഷം ഇരുവരും വിവാഹമോചനം നടത്തിയിരുന്നു. നമ്മുടെ ഒരു ലിസ്റ്റിൽ അടുത്തതായിട്ടുള്ളത് സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷ് പണ്ഡിറ്റ് വിവാഹം കഴിച്ചിരുന്നത് സുജയാണ്. രണ്ടുപേരും അതിനുശേഷം വിവാഹമോചനം നടത്തിയിരുന്നു. അടുത്തത് കാവ്യ മാധവനാണ്. കാവ്യ മാധവൻ കല്യാണം കഴിച്ചിരുന്നത് നിഷാലിനെയായിരുന്നു ആദ്യം കല്യാണം കഴിച്ചിരുന്നത്. അതിനുശേഷം ഇരുവരും കുറച്ച് നാളുകൾക്ക് ശേഷം ഇരുവരും വിവാഹമോചനം നടത്തിയിരുന്നു. അടുത്ത നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ളത് സിദ്ധാർത്ഥ് ഭരതനാണ്. സിദ്ധാർത്ഥ് ഭരതൻ വിവാഹം ചെയ്തിരുന്നത് അഞ്ജു എം ദാസിനെയാണ്. ഒരുപാട് നാളത്തെ വിവാഹ ബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നടത്തിയിരുന്നു. അടുത്തത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ളത് ജ്യോതിർമയിയാണ്. ജ്യോതിർമയി കല്യാണം കഴിച്ചിരുന്നത് നിശാന്ത് കുമാറിനെയായിരുന്നു. ഒരുപാട് നാളിലെ വിവാഹ ബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടിയിരുന്നു. സായി കുമാറാണ്. സായി കുമാർ കല്യാണം കഴിച്ചിരുന്നത് പ്രസന്നകുമാരിയായിരുന്നു. പ്രസന്നകുമാരിയെ ഒരുപാട് നാളിലെ വിവാഹ ബന്ധത്തിന് ശേഷം വിവാഹമോചനം ചെയ്തിരുന്നു. അടുത്ത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ളത് മുകേഷാണ്. മുകേഷ് കല്യാണം കഴിച്ചിരുന്നത് സരിതയായിരുന്നു മുകേഷിൻ്റെ ആദ്യ ഭാര്യ. അതിനുശേഷം ഇരുവരും വിവാഹമോചനം നേടിയിരുന്നു. അടുത്തത് മമത മോഹൻദാസ് ആണ്. മമത മോഹൻദാസ് കല്യാണം കഴിച്ചിരുന്നത് പ്രഗീതിനെയായിരുന്നു. ഒരുപാട് നാളത്തെ വിവാഹ ബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടിയിരുന്നു. അടുത്തത് ഇനി നമ്മുടെ ലിസ്റ്റിലുള്ളത് രേവതിയാണ്. രേവതി സുരേഷ് മേനോനായിട്ടായിരുന്നു ആദ്യം വിവാഹം നടത്തിയിരുന്നത്. അതിനുശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷം ഇരുവരും വിവാഹമോചനം നേടിയിരുന്നു. അടുത്തത് ശ്രീനാഥും ശാന്തിയുമാണ്. ശ്രീനാഥും ശാന്തി കൃഷ്ണയും നമ്മുടെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നവരായിരുന്നു. ഇരുവരും വിവാഹം കഴിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് മോഹിനിയായിരുന്നു. മോഹിനി വിവാഹം ചെയ്തിരുന്നത് ഭരത്തിനെയായിരുന്നു. ഒരുപാട് നാളുകളുള്ള വിവാഹ ബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയായിരുന്നു. അടുത്തത് നമ്മുടെ രോഹിണിയും രഘുവരനുമാണ്. ഇരുവരും ഒരുപാട് നാളുകൾക്കുള്ള വിവാഹ ബന്ധത്തിന് ശേഷം അവർ രണ്ടുപേരും വിവാഹമോചനം നേടുകയായിരുന്നു. അടുത്തത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ളത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യ കല്യാണം കഴിച്ചിരുന്നത് ജോർജിനെയായിരുന്നു. ഒരുപാട് നാളുകൾക്കുള്ള വിവാഹ ബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയായിരുന്നു. അടുത്തത് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലുള്ളത് സുകന്യയാണ്. സുകന്യ വിവാഹം ചെയ്തിരുന്നത് ആർ ശ്രീധരനെയായിരുന്നു. ഒരുപാട് നാളുകൾക്കുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനത്തിന് നിർബന്ധിതയായിരുന്നു. അടുത്തത് ഗായത്രി അശോകനാണ്. ഗായത്രി അശോകൻ നമ്മുടെ പ്ലേബാക്ക് സിംഗർ ഗായത്രി അശോകൻ ആദ്യത്തെ വിവാഹം കഴിച്ചിരുന്നത് ഡോക്ടർ സായിജിനെയായിരുന്നു. ഇരുവരും വിവാഹമോചനം നേടുകയായിരുന്നു. അടുത്തത് മീര വാസുദേവനാണ്. മീര വാസുദേവൻ വിവാഹം ചേരുന്നത് ജോൺ കൊക്കനെയായിരുന്നു. ജോൺ കൊക്കനുമായിട്ടുള്ള വിവാഹബന്ധം ഇരുവരും ഉപേക്ഷിക്കുകയായിരുന്നു. അടുത്തത് ഗൗതമിയാണെന്ന്. ഗൗതമി ആദ്യം വിവാഹം ചെയ്തിരുന്നത് സന്ദീപ് ഭാട്ടിയായിരുന്നു. ഇരുവരും ഒരുപാട് നാളുകൾക്കുള്ള വിവാഹ ബന്ധത്തിന് ശേഷം വിവാഹമോചനം നേടുകയും പുനർവിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. അടുത്തത് കൽപ്പനയായിരുന്നു. കൽപ്പന ആദ്യം വിവാഹം ചെയ്തിരുന്നത് അനിലിനെയായിരുന്നു. ഒരുപാട് നാളുകൾ വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. ജഗതി ശ്രീകുമാർ ആദ്യം വിവാഹം ചെയ്യുന്നത് മല്ലിക ആയിരുന്നു. അതിനുശേഷം ഇരുവരും വിവാഹമോചനം നടത്തുകയും അടുത്ത വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്തത് നീന കുറുപ്പാണ്. നീന കുറുപ്പ് ആദ്യം ഷിനിലിനെയും അതിനുശേഷം കണ്ണനെയും വിവാഹം ചെയ്തിരുന്നു. രണ്ടുപേരുമായിട്ടുള്ള വിവാഹം മോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ജയഭാരതിയാണ്. ജയഭാരതി സത്താർ ആയിട്ടായിരുന്നു വിവാഹം നടത്തിയിരുന്നത്. അതിനുശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് നമ്മുടെ മനോജ് കെ ജയനാണ്. മനോജ് കെ ജയൻ ഊർവശിയുള്ള കല്യാണം മുൻപേ തന്നെ നടത്തിയിരുന്നു. അതിനുശേഷം ഇരുവരും വിവാഹമോചനം നടത്തി അടുത്ത വിവാഹം നടത്തുകയും ചെയ്തിരുന്നു. അടുത്തത് ഷീലയാണ്. ഷീല വിവാഹം ചെയ്തിരുന്നത് തമിഴ് നടൻ രവിചന്ദ്രനെയായിരുന്നു. രണ്ടുപേരും വിവാഹബന്ധത്തിന് ശേഷം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മ മണിസ്വാമിയായിരുന്നു വിവാഹം ചെയ്തിരുന്നത്. ഡയറക്ടറായിട്ടുള്ള മണിസ്വാമിയായിട്ടുള്ള വിവാഹബന്ധം ഇരുവരും 2011 മോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ഭാഗ്യലക്ഷ്മിയാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മി ആദ്യം വിവാഹം ചെയ്തിരുന്നത് കെ രമേശ് കുമാറിനെയായിരുന്നു. അതിനുശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ഭൂമികയായിരുന്നു. ഭൂമിക ആദ്യ വിവാഹത്തിന് ശേഷം ഇരുവരും തമ്മിലുള്ള വിവാഹമോചനം ഉടനെ തന്നെ നേടുകയും ചെയ്തിരുന്നു. അടുത്തത് നമ്മുടെ കെ ബി ഗണേഷ് കുമാറാണ്. കെ ബി ഗണേഷ് കുമാർ യാമിനി തങ്കച്ചനുമായിട്ടുള്ള വിവാഹം നടത്തുകയും ഒരുപാട് നാളുകൾക്ക് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് സീനത്താണ്.
സീനത്ത് KT മുഹമ്മദിനെയായിരുന്നു വിവാഹം ചെയ്തിരുന്നത്. ഒരുപാട് നാളുകൾക്കുള്ള വിവാഹ ബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് സീതയാണ്. സീത വിവാഹം ചെയ്തിരുന്നത് പാർത്ഥിബനെയായിരുന്നു. വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് മഞ്ജു പിള്ളയാണ്. മഞ്ജു പിള്ള വിവാഹം ചെയ്തിരുന്നത് മുകുന്ദൻ മേനോനെയായിരുന്നു. ദീർഘകാലമുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മി ഒരുപാട് നാളുകൾക്കുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് തിലകനാണ്. തിലകൻ നീണ്ടു നിന്നിരുന്ന വിവാഹബന്ധത്തിന് ശേഷം തിലകൻ ഭാര്യയായിട്ടുള്ള വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്ത് കനകലതയാണ്. കനകലത വിവാഹബന്ധത്തിന് ശേഷം ഒരുപാട് നാളുകൾക്കുള്ള വിവാഹബന്ധത്തിന് ശേഷം ആ വിവാഹബന്ധം മോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് മാധു ആയിരുന്നു. മാധു വിവാഹം ചെയ്തിരുന്നത് ജേക്കബിനെയാണ്. ഒരുപാട് നാളുകൾക്കുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ഭാനുപ്രിയ ആയിരുന്നു. ഭാനുപ്രിയ ആദ്യം കല്യാണം കഴിച്ചിരുന്നത് ആദർശ് കൗശലിനെയായിരുന്നു. ഇരുവരും വിവാഹബന്ധത്തിന് ശേഷം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ഐശ്വര്യലക്ഷ്മിയാണ്. ഐശ്വര്യലക്ഷ്മി ഒരുപാട് നാളുകൾക്കുള്ള വിവാഹബന്ധത്തിന് ശേഷം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് മോഹൻ ശർമ്മയായിരുന്നു. മോഹൻ ശർമ്മ വിവാഹം ചെയ്തിരുന്നത് ലക്ഷ്മിയായിരുന്നു. ദീർഘകാലത്തുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ലെനയാണ്. ലെന ആദ്യം വിവാഹം ചെയ്തിരുന്നത് അഭിലാഷ് കുമാറിനെയായിരുന്നു. ഒരുപാട് നാളുകൾക്കുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും പുനർവിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്തത് ഷാർമിള രാജേഷാണ്. ഷാർമിള വിവാഹം കഴിച്ചിരുന്ന രാജേഷിനെയായിരുന്നു. ഒരുപാട് നാളുകൾക്കുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനത്തിന് നിർബന്ധിതരാകുകയായിരുന്നു. അടുത്തത് ദിലീപായിരുന്നു. ദിലീപ് മഞ്ജു വിവാഹബന്ധം ഒരുപാട് നാളുകൾ നീണ്ടു നിന്നെങ്കിലും ഒടുവിൽ അവർ വിവാഹമോചനം നേടുകയും അടുത്ത വിവാഹം ദിലീപ് ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്തത് പ്രിയാരാമനാണ്. പ്രിയാരാമൻ വിവാഹം ചെയ്തിരുന്നത് തെന്നിന്ത്യയിലായിട്ടുള്ള നടനായിട്ടുള്ള രഞ്ജിത്തിനെയായിരുന്നു. വിവാഹബന്ധത്തിന് ശേഷം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ഉഷയും TS സുരേഷ് ബാബുവും തമ്മിലുള്ള ബന്ധമായിരുന്നു. ഇരുവരും ഒരുപാട് നാളുകൾക്കുള്ള നീണ്ടു നിന്നുള്ള വിവാഹബന്ധത്തിന് ശേഷം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് പ്രിയങ്ക നായരും ലോറൻസും തമ്മിലുള്ള വിവാഹമായിരുന്നു. ഒരു ദീർഘകാലമുള്ള വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് പ്രിയദർശനും ലിസിയുമായിരുന്നു. പ്രിയദർശനും ലിസിക്കും ഒരുപാട് നാളുകൾക്ക് നീണ്ടു നിന്ന വിവാഹബന്ധത്തിന് ശേഷം ഇരുവരും വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് കൊല്ലം തുളസിയാണ്. കൊല്ലം തുളസിയും ഭാര്യയും തമ്മിലുള്ള വിവാഹബന്ധം ഒരുപാട് നാളുകൾ നീണ്ടു നിന്നെങ്കിലും ഒടുവിലായിരുന്നു കൊല്ലം തുളസി അത് പുറത്തു പറഞ്ഞിരുന്നത്. അടുത്തത് സുബർണ ആനന്ദായിരുന്നു. നമ്മുടെ ഗന്ധർവൻ എന്ന മൂവിയിലൂടെ വന്നിരുന്ന സുബർണ ആനന്ദ് അതിലെ തന്നെ സഹനടനായിട്ടുള്ള സഞ്ജയ് മിത്രയുമായിട്ടുള്ള വിവാഹബന്ധം നടത്തുകയും അതിനുശേഷം അവർ വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ശ്വേത മേനോനാണ്. ശ്വേത മേനോൻ ആദ്യ വിവാഹത്തിന് ശേഷം ആ വിവാഹമോചനം നേടുകയും അതിനുശേഷം ഇപ്പോൾ പുനർവിവാഹം നടത്തുകയും ചെയ്തിരുന്നു. അടുത്തത് നമ്മുടെ അമല പോളാണ്. അമല പോൾ ആദ്യം വിവാഹം ചെയ്തിരുന്ന തമിഴ് സംവിധായകനായിട്ടുള്ള AL വിജയ് ആയിരുന്നു. അതിനുശേഷം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ദിവ്യ ഉണ്ണിയാണ്. ദിവ്യ ഉണ്ണി വിവാഹബന്ധത്തിന് ശേഷം USA പോവുകയും അതിനുശേഷം വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു. അടുത്തത് ബാലയും അമൃതയുമായിരുന്നു. ഇരുവരും തമ്മിലുള്ള വിവാഹബന്ധം ഒരുപാട് നാളുകൾ നീണ്ടു നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ വിവാഹമോചനം നേടുകയും ചെയ്തിരുന്നു.